ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. മാമ്പഴത്തിന്റെ കാലമായ മാമ്പഴ പുളിശ്ശേരി വെക്കണ്ടേ നമുക്ക്. ഇതിനു വേണ്ടി ഞങ്ങളിവിടെ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, നാട്ടുമാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നാട്ടുമാങ്ങ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ ജീരകം, ഉലുവ, കുറച്ച് കാന്താരി മുളക്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. മാങ്ങ ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 പച്ചമുളകും കൂടി കീറിയിടാം. അതിനുശേഷം ഞാനിവിടെ മൺചട്ടിക്കകത്താണ് മാങ്ങാക്കറി വെക്കുന്നത് കേട്ടോ. മാങ്ങ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാങ്ങ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വരും. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നമ്മൾ മാങ്ങ മഞ്ഞൾപ്പൊടി ചേർത്താണല്ലോ വേവിച്ചത്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാൻ, ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങയ്ക്ക് പുളി കണ്ട ഇത്തിരി മധുരം വരാനും വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് അരപ്പിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട തൈര് ഉടച്ചത് ചേർക്കാം. ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഒരുപാട് പുളിയുള്ളത് വേണ്ട. ഇതേപോലെ കട്ടത്തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി തിളപ്പിക്കേണ്ട. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കറികളൊന്നും തിളപ്പിക്കാറില്ല. ഇതിന് ശേഷം ഇതിനകത്തോട്ട് വറുത്തിടാം. കടുക്, ഇതുപോലെ വറ്റൽമുളക്, ചുമന്നുള്ളി, കറുവേപ്പില ഒക്കെ കൂടെ ഒന്ന് വറുത്ത് നന്നായിട്ട് വറുത്തിട്ട് വറവലിടാം. ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി നാടൻ മാമ്പഴ പുളിശ്ശേരി റെഡി. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് അറിയാൻ വയ്യാത്തവരൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. അടിപൊളി ഐറ്റമാണ്.